നമ്മൾ കേട്ടറിഞ്ഞ് കേട്ട് മനസ്സിലിടം കൊടുത്ത് നമ്മുടെ സ്വന്തമാക്കിയ സാക്ഷാൽ മഹാബലി തമ്പുരാൻ ഒരു തവണയെങ്കിലും ഒന്ന് നേരിട്ട് വന്നിരുന്നെങ്കിൽ. അതെ, തന്നെ നെഞ്ചിലേറ്റിയ കാലാകാലങ്ങളായി തൻ്റെ മഹത്വങ്ങളെ വാഴ്ത്തി പുകഴ്ത്തി ഓണമെന്ന മഹോത്സവം ഓരോ വർഷവും കൊണ്ടാടുന്ന മലയാള മക്കളെ കാണുവാൻ ഇത്തവണ എത്തി നമ്മുടെ സ്വന്തം മാവേലി. ഇത് സത്യമാണ് കേട്ടോ. നാട്ടിലെത്തിയ മാവേലിക്ക് നമ്മുടെ സർക്കാർ താമസത്തിനായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തു. എവിടെയെന്നല്ലേ, ദാ ഈ പൊട്ടിപ്പൊളിഞ്ഞ ലോഡ്ജ് മുറി. മാവേലിയുടെ സഹായിയായി ലക്ഷങ്ങൾ കോഴ കൊടുത്ത് ഈ തസ്തികയിൽ കയറിപ്പറ്റിയതോ തിരുവനന്തപുരംകാരനൊരു രായപ്പൻ. ഇനിയൊന്ന് കണ്ടു നോക്കാം നമ്മുടെ മാവേലി തമ്പുരാന്റെ ചില ദിനങ്ങൾ. ഈ ശുംഭൻ എവിടെ പോയി കിടക്കുന്നുവോ ആവോ? വഴിയിൽ കണ്ടവരുമായി വർത്താനം പറഞ്ഞ് നിൽപ്പുണ്ടാവും ഏഭ്യൻ. സർക്കാർ ഉദ്യോഗസ്ഥ ഓരോ കാര്യം വടി വെക്കുന്നിടത്ത് കൂടെ വെക്കില്ല. അപ്പൊ ഈ കുടകളും വടികളൊക്കെ അതായിരിക്കണേ. നീ എത്തിയോ രാജപ്പ? തള്ളെ പണ്ടങ്ങളൊക്കെ അണിഞ്ഞ് തമ്പരാൻ നല്ല പൊളപ്പനായിട്ട് നിൽക്കുകയാണല്ലേ. എന്താ നീ ഇത്ര വൈകിയത്? എന്റെ പൊന്നങ്ങുന്നേ, ഒന്നും പറയണ്ട. ഇന്നലെ വരെയും ഭക്ഷണം വാങ്ങിച്ചിരുന്ന ഹോട്ടലുകാരൻ ദാ ഇപ്പൊ ചെന്നപ്പോ അടച്ചു കിടക്കുന്നു. ഓഹോ, അപ്പോൾ നീ അത് തുറക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു അല്ലേ? നാം ആകെ വിഷമസന്ധിയിലായിരുന്നു, അറിയോ? ഒരു ചായ ചെന്നാലേ ബാക്കി കാര്യങ്ങൾ നടക്കൂവെന്ന് നിനക്കറിയില്ലേ രാജപ്പ? അല്ലങ്ങുന്നേ, ഞാൻ മറ്റൊരു ഹോട്ടലിൽ പോയാ ഇത് വാങ്ങിയത്. പക്ഷെ ഈ പറഞ്ഞ ഹോട്ടൽ എന്താണ് അടഞ്ഞു കിടക്കുന്നതെന്ന് ഞാനൊന്ന് തിരക്കി. ഓഹോ, എന്നിട്ട് ഇയാള് കാരണം കണ്ടുപിടിച്ചോ? വാ, കടക്കാരന്റെ അടുത്ത് തന്നെ ചോദിച്ചു. ഹായ്, നീ ഇവിടെയും കടം വാങ്ങാൻ തുടങ്ങിയോ? അയ്യേ, അതല്ലെന്ന്, തൊട്ടടുത്തുള്ള കടക്കാരന്റെ അടുത്ത് ചോദിച്ചെന്ന്. ഓ, എന്നിട്ട് എന്തു പറഞ്ഞു കടക്കാരൻ? ഇന്ന് രാവിലെ ഒരു സംഘം ഓഫീസർമാര് ഹോട്ടലിൽ ചെന്നെന്ന്. കുറച്ചു പേര് ഉടമ അറിയാതെ പിൻഭാഗത്തൂടെ ചെന്ന് കയറിയെന്ന്. അശ്ലീലം പറയുന്നു? അല്ലെന്ന്, അവരടുക്കള വഴിയാണ് ചെന്ന് കയറിയെന്നാണ് പറഞ്ഞത്. അതെന്തിനാണ് അടുക്കള ഭാഗത്ത് കൂടി കയറിയത്? ഓ, രാവിലെ വീട്ടിൽ നിന്നും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല പാവങ്ങൾ. അല്ലെന്ന്, മിന്നൽ പരിശോധന. അവരകത്ത് കയറിയപ്പോ ആദ്യം കണ്ട കാഴ്ച എന്തേരെന്നറിയാമോ? രണ്ട് ബീഹാറികള് തറയെ കിടന്ന് വേവിച്ച കിഴങ്ങുകൾ ചവിട്ടി കൂട്ടണം. അതെന്തിനാണ്? കളവ മസാല ദോശയ്ക്ക് വേണ്ട മസാലയായിരുന്നു അവര് ചവിട്ടി കുഴച്ചോണ്ടിരുന്നത്. നീ സത്യമാണോ ഈ പറയുന്നത്? നമ്മൾ ഇന്നലെ മസാല ദോശയല്ലേ കഴിച്ചത്? ഇന്നലെ മാത്രം, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ മസാല ദോശയല്ലേ കഴിച്ചുകൊണ്ടിരിക്കണത്. ഇത്രയും നല്ല മസാല ദോശ കഴിച്ച കാലം മറന്നെന്ന് നിങ്ങളല്ലേ അണ്ണാ പറഞ്ഞത്. നാം എന്താണ് ഈ കേൾക്കുന്നത്? വിശ്വസിച്ചൊന്നും കഴിക്കാൻ വയ്യാണ്ടായിരിക്കുന്നു. അത് പോട്ടെ, നീ എന്താണ് ഇപ്പോൾ വാങ്ങി വന്നിരിക്കുന്നത്? അത് തന്നെ, മസാല ദോശ. തിന്ന് ഷൈൻ ചെയ്യും. ശുംഭൻ വീണ്ടും അത് തന്നെ വാങ്ങിക്കൊണ്ട് വന്നു അല്ലേ? അവിടെയും ബീഹാറികളായിരിക്കും ഇതൊക്കെ. അല്ലെന്ന്, പിന്നെ ഇത്തിരി വൃത്തിയുള്ളവരായിരുന്നോ രാജപ്പ? നിനക്ക് ഉള്ളിൽ കയറി ഒന്നും നോക്കരുതായിരുന്നോ? ഞാൻ നോക്കിയെന്ന്, അടുക്കള കയറി ഒളിച്ചാണ് നോക്കിയത്. ഓ, അവിടെയും നിന്റെ തനി സ്വഭാവം കാണിച്ചു അല്ലേ? അല്ലങ്ങനെ, ഞാൻ നേരെ തന്നെ ചെന്ന് നോക്കിയത്. എന്നിട്ടോ? അവിടെ കംപ്ലീറ്റ് ബംഗാളി പുള്ളര്. ഹോ, കഷ്ടം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, എല്ലാം അങ്ങ് മായ്ച്ചു കളഞ്ഞേക്ക്. ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, അങ്ങൊന്നും കേട്ടിട്ടുമില്ല. അങ്ങൊന്ന് ഇരുന്നോളൂ, ഞാൻ തിന്നാനെടുക്കാം. വേണ്ട രാജപ്പ, നാം പോകുന്ന വഴിക്ക് ഏതെങ്കിലും വീട്ടിൽ കയറി കുറച്ച് കഞ്ഞി വാങ്ങി കഴിച്ചുകൊള്ളാം. അതെ, എന്തെങ്കിലും കഴിക്കണേ, ഇല്ലെങ്കിൽ ക്ഷീണമാകും. നാളെ വൈകിട്ട് വിമാനം കയറേണ്ടതാ ഇംഗ്ലണ്ടിലെ സ്റ്റീവനേജിലേക്ക്. നാമതങ്ങ് മറന്നു. അല്ല രാജപ്പ, നാം നിന്റെ പാസ്പോർട്ട് കണ്ടിരുന്നു. നിന്റെ പേര് ആറെ ജപ്പാൻ എന്നാണല്ലോ അതിൽ എഴുതിയിരിക്കുന്നത്. അത് പിന്നെ ഉള്ളത് പറയാല്ല എന്നാ, ഈ രായപ്പൻ എന്നുള്ളത് ഒരു കൂതറ പേരല്ലേ. ഇംഗ്ലണ്ടിലേക്കല്ലേ പോണത്, സ്വല്പം പൊളപ്പനാവട്ടെന്ന് കരുതിയെന്ന്. വാ,
അതെ, എന്നെ അവിടെ ചെല്ലുമ്പോൾ ജപ്പാൻ എന്ന് വിളിക്കണം കേട്ടാ. എല്ലാം ഒരു സന്തോഷം അല്ലേ അണ്ണ? ശരി ശരി, പക്ഷേ പേര് മാത്രം മാറ്റിയത് കൊണ്ട് എന്താകാൻ? രൂപം ഇത് തന്നെ അല്ലേ? അത് പിന്നെ പിന്നെ ഒരു പ്രധാന കാര്യം പറയാൻ മറന്നുപോയി. നാളെ ഹർത്താലല്ലേ, അതുകൊണ്ട് ഇന്ന് വൈകിട്ട് തന്നെ എയർപോർട്ടിലോട്ട് പോണോന്ന്. എന്താ ഈ പറയുന്നത്? നാളെ വൈകിട്ടുള്ള ഫ്ലൈറ്റിൽ കയറുവാൻ ഇന്ന് വൈകിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഹോ, കഷ്ടം തന്നെ. നാം എന്തെല്ലാം സഹിക്കണം. ഇത് തന്നെയോ ഞാൻ വാണിരുന്ന കേരള നാട്? അങ്ങ് ഇനി എന്തെല്ലാം കാണാനും കേൾക്കാനും ഇരിക്കുന്നു. നമ്മൾ പോണത് സ്റ്റീവനേജിലേക്കല്ലേ? ആണ? അല്ല രാജപ്പ, നമ്മൾ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഹർത്താൽ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ വീണ്ടും തന്നെന്ന്. അന്ന് അത് ഏതോ ഒരു ഈർക്കില് പാർട്ടിയുടെ നേതാവിനെ പീഡന കേസിൽ അറസ്റ്റ് ചെയ്തതിനെതിരെയാണെന്ന്. അമ്മേണ തന്നെ വാന്ന്. പീഡന കേസോ? തന്നെന്ന്, സ്ത്രീ പീഡന കേസ്. ഇന്ന് കേരളത്തിൽ മദ്യപാനം കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സംഭവിക്കുന്നത് ഈ സംഭവമാണെന്ന്. എന്താ രാജപ്പ ഈ പറയുന്നത്? അപ്പോൾ നാളത്തെ ഹർത്താലോ? അതിവിടത്തെ ഏതോ പാർട്ടിക്കാരന്റെ സൈക്കിളിന്റെ കാറ്റഴിച്ചു വിട്ടെന്ന്. എന്തൊരു കോമഡികളാണ് അന്ന്. ഹോ, കഷ്ടം. സൈക്കിളിന്റെ കാറ്റ് പോയാലും ഹർത്താലോ? അതെ, ഇവിടെ ഹർത്താൽ നടത്താൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട അങ്ങുന്നേ. ഈ നാടിനാണല്ലോ ഇവർ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞ് കൊട്ടി ഘോഷിക്കുന്നത്. അത് പിന്നെ അണ്ണാ സ്വന്തം നാടെന്ന് പറയാൻ വയ്യാണ്ടായിരിക്കുന്നു. അതുകൊണ്ടല്ലേ അണ്ണാ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത്. ദൈവത്തിനും ഇരിക്കട്ടെണ്ണ ഒരു പാര. എങ്കിൽ പിന്നെ രാജപ്പ, നീ ഒരു കാര്യം ചെയ്യൂ. ഇംഗ്ലണ്ടിൽ പോകുവാൻ നമുക്ക് എഴുത്തുകുത്തുകൾ ചെയ്തു തന്ന ആളുണ്ടല്ലോ. എന്താ അയാളുടെ പേര്? അതൊരു അലസ്ക്. അലസ്ക്. എന്റെ പൊന്നെ, ഇങ്ങനെ പേരും പറയാൻ പറ്റുന്നില്ല. അലക്സ്. എന്താണെന്നേ? അല്ല, നാം ആലോചിക്കുകയായിരുന്നു. പുള്ളിക്കാരനോട് ചോദിച്ചാൽ ഇംഗ്ലണ്ടിന്റെ പാതാളത്തിലേക്ക് നമുക്കൊരു വിസ തരപ്പെടുത്തി തരാമോ എന്നറിയാമായിരുന്നു. ചെലപ്പോ നടന്നേക്കും. കാരണം അങ്ങേർക്ക് അവിടെ നല്ല പിടിപാടെന്നാണ് പറയണത്. അല്ല, അങ്ങ് എന്തിനാണ് ഉദ്ദേശിക്കണത്? നമ്മളെ പ്രജകളെയും പൈലുകളെയൊക്കെ വിട്ടിട്ട് അവിടെ പോയിട്ട് മടുത്ത് രാജപ്പ. നമ്മെ ആർക്കും വേണ്ടതായിരിക്കുന്നു. നാം സ്വപ്നം കണ്ട കേരളം ഇല്ലാണ്ടായിരിക്കുന്നു. വേഷം കെട്ടിയ മാവേലിമാരെയും ആഘോഷങ്ങൾക്കായുള്ള മത്സരങ്ങളും ധൂർത്തും മദ്യപാനവും മാത്രമായി ഓണം മാറിയിരിക്കുന്നു. എന്നാലും ഇംഗ്ലണ്ടിലെ പാതാളത്തിലേക്ക് എന്നൊക്കെ പറയുമ്പോ അവിടെയൊക്കെ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആയിരിക്കും അല്ലേ? അതൊന്നും കുഴപ്പമില്ലാന്ന്. അതൊക്കെ നമ്മൾ തന്നെ പഠിച്ചോളും. അത് ശരിയാ. ഈ കണ്ട മലയാളികളെല്ലാം ഇംഗ്ലണ്ടിൽ പോയി രക്ഷപ്പെട്ടത് ഇംഗ്ലീഷ് പഠിച്ചിട്ടാ. അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. വിഡ്ഢിത്തം പറയാതെ രാജപ്പ. നമ്മുടെ പ്രജകൾ നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ്. നല്ല നല്ല നിലയിലായിരിക്കും അവർ അവിടെ കഴിയുക. അതെ, ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനെ. ഇവിടെ തട്ടുകടയിൽ ചായ അടിച്ചവൻ അവിടെ ഷെഫും. പണ്ടെങ്ങോ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് വാങ്ങാൻ പോയപ്പോ കമ്പ്യൂട്ടർ കണ്ടവൻ അവിടെ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ് പോലും. നീ എന്താണ് ഈ പുലമ്പുന്നത്? ഒന്ന് നിർത്തൂ. തന്നെന്ന്. കുമ്പനാട് പുല്ലാട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ANM പാസ്സായവർ അവിടെ നേഴ്സാണത്രേ. മതി മതി, നീ അതിര് കിടക്കുന്നു. എന്തൊരു പറഞ്ഞാലും എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോഴേ ചൂട് കാലം ആയതുകൊണ്ട് നല്ല നല്ല കാഴ്ചകൾ കാണാമെന്ന് അലക്സിന്റെ ഇമെയിൽ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി ആർമാദിക്കും. ആ പൂതി മനസ്സിലിരുന്നാൽ മതി. നാം പോകുന്നത് നമ്മുടെ പ്രജകളെ കാണുവാനും അവരുടെ ക്ഷേമം അന്വേഷിക്കാനുമാണ്. അതല്ല മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ രാജപ്പൻ വരണമെന്നില്ല. അയ്യോ ശിവനാണ്, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. കായള കൊടുത്തത് വെറുതെ ആവോ എന്തോ. കഷ്ടം. മനസ്സിൽ എത്ര ലഡു പൊട്ടിയതാണ്. എല്ലാം വെറുതെ ആയി. പോണെങ്കിൽ പോട്ടില്ല അങ്ങോട്ട്. എന്താ രാജപ്പ ആലോചിക്കുന്നത്? ഒന്നുമില്ല അങ്ങനെ. അവിടെ ചെന്നാലുള്ള കാര്യങ്ങളൊക്കെ അലക്സ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? പിന്നെ നമ്മൾ പല പ്രാവശ്യം ഫോണിൽ സംസാരിക്കുന്നല്ലേ. ഇംഗ്ലണ്ടിലെ പരിപാടികളെ കുറിച്ച് അവിടത്തെ പത്രത്തിൽ അവൻ കൊടുത്തിട്ടുണ്ടെന്ന് അവൻ എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്. ആറ്റുകാൽ അമ്മച്ചാണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടാത്ത സ്വീകരണമായിരിക്കും അവിടെ കിട്ടുക. സന്തോഷായി.
ഇനി ആ അലക്സ് വിളിക്കും നമ്മുടെ പ്രത്യേക സന്തോഷം അറിയിക്കണം. അമ്മേ, ഞാൻ ഏറ്റെന്ന് നമ്മൾ ഈ പറയും പോലെയൊന്നുമല്ല. അങ്ങേരാള് പുലിയാണ് കേട്ടാ. അങ്ങേര് പല സംഘടനകളുടെയും ചുക്കാൻ പിടിക്കുന്ന ഒരു നേതാവാണെന്ന്. ഏയ്, അങ്ങേര് ചുമ്മാ ഗീർവാണം മുഴക്കിയതായിരിക്കും. എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വേഷം ഇത് വേണ്ട. എല്ലാം റെഡിയാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? എയർപോർട്ടിൽ വെച്ച് നമുക്ക് ഈ വേഷം മാറ്റണം. നല്ല പത്രാസിൽ തന്നെ പോകണം. ദേ മാവേലി അണ്ണ, ഈ പണ്ടങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം. ഇല്ലെങ്കിലേ തിരിച്ചു വരുമ്പോ ഈ കളസം മാത്രമേ കാണൂ. ആ, നമ്മുടെ കസ്റ്റമേഴ്സ് അണ്ണന്മാരുടെ കാര്യമല്ലേ, തിരിച്ചു കിട്ടിയാ കിട്ടി. ഐ, അങ്ങനെയും കുഴപ്പങ്ങളുണ്ടോ? അതെന്താന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യുക. ആ പിന്നെ ഇച്ചി വെളിച്ചെണ്ണയും സ്വല്പം അച്ചാറും കുറച്ച് പപ്പടവും എടുക്കാൻ മറക്കണ്ട കേട്ടോ. ഇംഗ്ലീഷ് ഭക്ഷണം തന്നെ ആയാൽ നമുക്ക് പിടിക്കില്ല. അതൊന്നും ഓർത്ത് എന്റെ പൊന്നങ്ങൊന്ന് വിഷമിക്കണ്ട. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം അവിടെയും കിട്ടും. നമ്മൾ ആദ്യം പോണ സ്റ്റീവനേജില് ഇതൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരാളുണ്ടെന്ന്. എന്തരടെ ആ പൈലുകളെ പേര്? സജിമോനെന്ന, റോയി മോനെന്ന, അങ്ങനെ എന്തരെന്നാ പറയുന്ന കേട്ട്. എന്തരായാലും ഒരു മോനാണ് കേട്ടാ. അവിടുത്തെ കംപ്ലീറ്റ് പ്രധാനികളെ ഞാൻ ഫേസ്ബുക്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തെന്നാ നീ പറഞ്ഞത്? എന്റെ പൊന്നണ്ണ, ആഡ് ചെയ്തു എന്ന് പറഞ്ഞത് എവരെയൊക്കെ ഫേസ്ബുക്കിൽ ചേർത്തെന്നാ ഉദ്ദേശിച്ചത്. അതെ, ചില അണ്ണന്മാരെ വെളിക്കിരിക്കുന്ന കാര്യം പോലും അപ്പൊ ഇതിലൂടെ അറിയിക്കും. ഇപ്പൊ അതില്ലാത്ത ആരുമില്ലെന്ന്. അത് മനസ്സിലായി. രാജപ്പനുണ്ടെന്ന് പറഞ്ഞപ്പോഴേ നാം അത് മനസ്സിലാക്കിയിരിക്കുന്നു. നമ്മൾ നാളെ വൈകിട്ട് കയറിയാൽ എപ്പോൾ ചെല്ലും രാജപ്പ സ്റ്റീവനേജില്? അത് പിന്നെ 2 ദിവസം പിടിക്കുമെന്നാണ് അലക്സ് പറഞ്ഞത്. അല്ല, നിന്റെ ഇംഗ്ലീഷ് പഠനമൊക്കെ എന്തായി? വിമാനത്തിൽ കയറിയാൽ എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാകുമോ ആവോ? അതെ, കുടിക്കുന്ന കാര്യത്തിൽ പേടിക്കണ്ട, അത് ഞാൻ ഏറ്റു. അതെ, വിമാനത്തിൽ കയറിയാ അടിക്കോ? നീ എന്താണ് ഈ പറയുന്നത്? മദ്യപിക്കുകയോ? തള്ളേ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലെന്ന്. ഭക്ഷണം കഴിക്കുന്ന കാര്യം, അതിനുള്ള ഇംഗ്ലീഷൊക്കെ എനിക്കറിയാം. ചെല്ലക്കിളികളെ കാണുമ്പോ താനെ വന്നോളും. പക്ഷേ നീ പറയുന്ന ഇംഗ്ലീഷ് എനിക്ക് പോലും മനസ്സിലാകുന്നില്ല. പിന്നല്ലേ ഇംഗ്ലീഷുകാർക്ക്? ഡേ മാവേലി അണ്ണ, അങ്ങനെ പറയരുത്. ഈ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഞാൻ തമ്പാനൂർ കോളേജിൽ എത്ര തവണ കയറി ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയാവോ? അത് കണ്ടാ പെറ്റ തള്ള പോലും സഹിക്കൂലായിരുന്നു. ഓ ശരി ശരി, എങ്കിൽ നമുക്ക് ഇന്നുകൂടി ഇവിടുത്തെ പ്രജകളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എന്താ? ശരി അങ്ങുന്നേ, പക്ഷെ അവിടെ നിന്നൊന്നും കഴിക്കാതെ. സാരില്ല, പോകുന്ന വഴിക്ക് നമുക്ക് ഏതെങ്കിലും വീട്ടിൽ നിന്ന് കഴിക്കാം. ആ, നീ വല്ലതും കഴിച്ചിരുന്നോ? ആ, ഞാൻ ആ ഹോട്ടലിൽ നിന്ന് കഴിച്ചായിരുന്നു. ആ രാജപ്പ, ആ ഓലക്കൂടെ എടുത്തോളൂ. ഒലക്കേ? ഔ, ഉലക്കയല്ല, ശുംഭൻ. താങ്ക് യു. ഓലക്കുട കൂടി എടുത്തുകൊള്ളാൻ. ശരി അങ്ങുന്നേ. അമ്മാവാ, ഇന്ന് എവിടെയാണ് പരിപാടി? മോനെ, ഞാൻ ശരിക്കും പിന്നെ ശരിക്കും മാവേലിയെ പോലെ തന്നെ ഉണ്ട്. ഇതെന്ത് ജന്തു? കണ്ണ് കിട്ടാതിരിക്കാൻ കൂടെ കൊണ്ട് നടക്കുകയാണല്ലേ? എവനെ കണ്ട ഒരുമാതിരി പാതാളത്തിൽ നിന്ന് വന്ന പോലെ ഉണ്ട്. ആദ്യം പാന്റ് ഇടാൻ പഠിക്കും പൈലുകളെ, എന്നിട്ട് പൈന്റ് അടിക്കാൻ പോകും. പാമ്പറിട്ട് നടക്കണ പ്രായത്തില് എവന്റെയൊക്കെ പൈന്റ് അടി. ഞങ്ങളുടെ കൂടെ കൂടുന്നോ? ഷെയർ ഇടാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അമ്മാവ ഞങ്ങൾക്ക് വേണ്ടി ഒരു മിമിക്രി കാണിക്കണം. ഇല്ല മക്കളെ, നിങ്ങൾ പൊയ്ക്കോളൂ. വിട്ടുകളയടാ. ഡാ ഡാ, അവിടെ ക്യൂ നീളുന്നു, നീ വേഗം വാ.
എന്താ രാജപ്പ ഇവർ ധൃതിയിൽ? ഓണത്തിന് നമ്മുടെ പേരിലുള്ള കടയിലേക്കായിരിക്കും അല്ലേ? തള്ളെ മാവേലി സ്റ്റോറിലേക്കാ. കൊള്ളാം, പയലുകൾ ബിവറേജിലേക്കാണ് പോണത്. തിരുമനസേ വണക്കം. അനന്തമാം ഈ യാത്രയിൽ ഞാൻ കാണാൻ കൊതിച്ച് കാത്തിരുന്ന രൂപം നമിക്കുന്നു അങ്ങയുടെ മുൻപിൽ. ഈ എളിയവനെ അനുഗ്രഹിച്ചാലും. അയ്യോ, അതൊക്കെ പോട്ടെ. അമ്മാവൻ ഏത് ട്രൂപ്പിന്നാ? ഉള്ളത് പറയാലോ, അടിപൊളി വേഷം തന്നെ. ഒറിജിനൽ തോറ്റുവോ ലടി? സമ്മതിച്ചിരിക്കുന്നു. അതെ, ഈ ബിവറേജസിന്റെ കടയൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എവള് കാണിക്കാറില്ലെന്ന് എനിക്കാണ് ഒന്നും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. പകല് പവർ കട്ടാണ്. അച്ഛാ വാ അച്ഛാ, നമുക്ക് വീട്ടിൽ പോകാം. തള്ള ഇങ്ങനെ ഇപ്പോഴേ നല്ല ഫാമിലാണല്ലേ. അണ്ണാ മോളൂടെ ചെല്ലണ്ണ അങ്ങോട്ട്. ഇന്നത്തെ ചല്ലടാ, നാളെ ഞാൻ എന്ത് ചെയ്യും? ഹർത്താലല്ലേ? യവന്മാരി നാട് കുട്ടിച്ചോറാക്കും. പാവങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് വെച്ചാ. രാജപ്പ, ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചേച്ചു വരാം. ഇവിടെ തന്നെ നിൽക്കുക. ആഹാ, അമ്മാവൻ പോവാണ്. അവിടെ അപ്പോഴേക്കും പണങ്ങിയ. ഇതാണ് കുഴപ്പം. കുടിയന്മാരെ ആർക്കും കണ്ടുകൂടാ. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? മദ്യപിക്കുന്നത് ഒരു കുറ്റമാണോ? ഈ രാജ്യത്തിന്റെ സമ്പത്താണ് ഞങ്ങൾ. കോടികളാണ് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത്. കോടികൾ, അറിയോ? ഒരു പട്ടാളക്കാരൻ കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് വേണ്ടി മരിക്കുന്നവനാണ്. കുടിച്ച് മരിക്കുന്നവനാണ് ഒരു മദ്യപാനി. അറിയോ നിങ്ങൾക്ക്? അറിയോ? അണ്ണാ കുറച്ചുകൂടെ ഡീസന്റ് ആവണ്ണ. ആ പോയത് ആരെന്നറിയാവോ? അതൊന്നും എനിക്കറിയില്ല. ഏതോ തുണിക്കടയുടെ മുമ്പ് നിൽക്കാൻ പോവാന്നറിയാം. ഏതായാലും ഈ നാട്ടുകാരനല്ല, അതുറപ്പാ. അതെങ്കിലും മനസ്സിലായല്ലേ? നന്നായി. മനസ്സിലായി. കാരണം ഈ നാട്ടുകാരനാണെങ്കിൽ എന്നെ കാണുമ്പോഴേ വിട്ടുപോയേനെ. അതെങ്ങനാ? ആരെ കണ്ടാലും കാശി ചോദിക്കും, അല്ലെങ്കിൽ തല്ലിരുന്ന് വാങ്ങും. അങ്ങനെയാണ്. എന്തായാലും ഒന്ന് വളഞ്ഞു നോക്കാം. ചെല്ലക്കിളി എന്നും ഇങ്ങനെ തന്നെ. എവിടെയാ താമസം? അത് വേണ്ട, അങ്ങോട്ട് വേണ്ട. അതെൻ്റെ മോളാണ്. നിനക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. മനസ്സിലായോടാ? എൻ്റെ മോള്, അവൾ എൻ്റെ എല്ലാമാണ്. എൻ്റെ ഓമന, എൻ്റെ പൊന്നോമന. ഓമന, ഓമന, പൊന്നോമന. ഓമനയുടെ അച്ഛനിന്ന് ഫോമില, ഫുൾ ഫോമില. കയ്യിൽ കാശു വന്നാൽ കള്ളടിക്കും കുടിയനാ ഇവൻ, കുടിയനാ. ഓമനയുടെ അച്ഛനിന്ന് ഫോമില, ഫുൾ ഫോമില. കയ്യിൽ കാശു വന്നാൽ കള്ളടിക്കും കുടിയനാ, മുഴുക്കുടിയനാ. അവൻ കുടി
ബഹളമാ അവനെ തല്ലാൻ നാട്ടുകാർക്ക് രസവുമാ അവൻ കുടിച്ചാൽ നാട്ടിലാകെ ബഹളമാ അവനെ തല്ലാൻ നാട്ടുകാർക്ക് രസവുമാ കൊതിയോടെ വരുന്നു കളി കാണുവാൻ ചിലർ ഇടയ്ക്കിടെ മുതുകു നോക്കി വച്ചു കീറുന്നു കൊതിയോടെ വരുന്നു കളി കാണുവാൻ ചിലർ ഇടയ്ക്കിടെ മുതുകു നോക്കി വച്ചു കീറുന്നു ചവിട്ടിന്റെ വേദന ഇടിയുടെ വേദന മതി മതിയെന്ന് ചൊല്ലിക്കരഞ്ഞു പോയവൻ ഓമനയുടെ അച്ഛനിന്ന് ഫോമില ഫുൾ ഫോമില കയ്യിൽ കാശു വന്നാൽ കള്ളടിക്കും കുടിയനാ ഇവൻ കുടിയനാ വീട്ടിലവൻ വന്നുവെന്നാൽ ഹോബിയാ കിട്ടിയോളെ തല്ലുന്നത് ഹോബിയാ വീട്ടിലവൻ വന്നുവെന്നാൽ ഹോബിയാ കിട്ടിയോളെ തല്ലുന്നത് ഹോബിയാ അവൻ വാളുവെക്കുന്നു മോള് വാളു കോരുന്നു ഇത് കണ്ടു കെട്ടിയോളു നെഞ്ചത്തടിച്ചു അവൻ വാളുവെക്കുന്നു മോള് വാളു കോരുന്നു ഇതു കണ്ട് കെട്ടിയോളു നെഞ്ചത്തടിച്ചു ബാക്കി വന്ന കള്ളെല്ലാം മുന്തുവാനൊരുങ്ങവേ രണ്ടു കൈയും കൂട്ടിയവന്റെ ചെകിടത്തടിച്ചവൻ ഓമനയുടെ അച്ഛനിപ്പ പഞ്ചറ ഫുൾ പഞ്ചറ കെട്ടിയോടെ തല്ലുകൊണ്ട് വീണതാ ഇവൻ വീണതാ ഓമനയുടെ അച്ഛനിപ്പ പഞ്ചറ ഫുൾ പഞ്ചറ കെട്ടിയോടെ തല്ലുകൊണ്ട് വീണതാ ഇവൻ വീണതാ എൻ്റെ അളിയ ഓളാ രണ്ട് കൈയും കൂട്ടി തന്ന അടിയുണ്ടല്ലോ, അത് കിട്ടിയാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല. അയ്യോ, ഓളുടെ അഭീകര രൂപം മാത്രം. ഇനി സ്റ്റീവൻ ഏജിലെ ഒരു സാധാരണ മലയാളിയുടെ വീട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ബഷീറും ലതികയും മോനുമടങ്ങുന്ന ഈ കുടുംബത്തിലേക്ക് മാവേലി എങ്ങാനും വന്നാലോ? നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങളിതാ ഈ കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്നു. എന്തുട്ടടാ അത്? ഐഫോൺ മതി എന്ന് പറഞ്ഞു വാങ്ങിയിട്ട് ഇത് ശരിയാവില്ല കേട്ടാ. ഡാഡ്, യു ആർ നോട്ട് യൂസ് ടു ഇറ്റ്. എന്തുട്ട് ഡാഡ്, ഇത് കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ശരിയായിക്കോളൂ. ഓ, എന്തുട്ടടാ പ്രയോജനം? നിന്റെ കയ്യിൽ നിന്ന് ഈ സാധനം കിട്ടിയാലോ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചക്ക ഉപദേശിക്കാന്ന് കരുതല്ലേട്ടാ. നിന്റെ പോക്കത്ര ശരിയില്ലാട്ടാ. ഞാൻ എന്ത് ചെയ്തു എന്നാ? ഏത് സമയം ഈ ഫോണിൽ ചുമന്നിട്ട് നടക്കണ കാണാലോ. നീ ആരെന്നെ വിളിച്ചു കൂട്ടണേ? ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുവാണ്. നീ എന്തുട്ടാ ചെയ്തോ? ഒറ്റ കാര്യമല്ലോ, ഈ മലയാളി പെൺകുട്ടികളുണ്ടല്ലോ അവരെ അങ്ങോട്ട് വിട്ടേക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ അവളുമാരൊക്കെ തന്തമാരുണ്ടല്ലോ, ഇതാ ഇതുവഴി അങ്ങോട്ട് കയറി നിരങ്ങാളേടാ. നീ ഉണ്ടാക്കല്ല എൻ്റെ പൊന്നു മോനെ. വല്ല ഇംഗ്ലീഷുകാരി പെണ്ണുങ്ങളെ നോക്കടാ, അവളുമാരുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നീ പണ്ടായിരുന്നു ആൻസർ ചെയ്തേ, ചിലപ്പോ നിനക്കുള്ള കോളായിരിക്കും. ഹായ്, ഹു ഇസ് ദിസ്? ഹലോ, മിസ്റ്റർ ബഷീർ. യാ, ഹി ഈസ് ഹിയർ. ഹു ഇസ് ദിസ്? അലക്സ്. മീ അലക്സ്. ഹായ് അങ്കോ, ഞാനിപ്പോ കൊടുക്കാം. ഹോ മോനെ ഗോപു,
നീയായിരുന്നു. ഇത് ഞാൻ അലക്സ് അങ്കിൾ. നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. ഡാഡ്, അലക്സ് അങ്കിളാ? ആ, ഇങ്ങടുത്ത. ഹലോ, എന്തുട്ടുണ്ട് അലക്സേ? എത്ര നാളായിട്ട് നിന്റെ ശബ്ദം കേട്ടിട്ട്? എന്തു പറയാനാ ബഷീറെ, തിരക്കായിരുന്നു. പല പല പരിപാടികളല്ലേ. പിന്നെ അതൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. എന്തറിഞ്ഞു? നമ്മക്കറിയാത്ത കാര്യം വലുതുണ്ടാ അലക്സേ? നിങ്ങളറിയാത്ത കാര്യം അങ്ങോട്ട് പറഞ്ഞു തരണ എന്തേ? അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ എന്റെ ബഷീറെ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാവണം കേട്ടോ. അത് പിന്നെ പറയേണ്ട കാര്യമുണ്ട് അലക്സേ. കാര്യം പറ. ഞാൻ വിളിച്ചതേ ഒരു അത്യാവശ്യ കാര്യം പറയാനാ. നാളത്തെ ഓണപരിപാടിക്ക് നാട്ടിൽ നമ്മുടെ മാവേലി വരുന്ന കാര്യം ബഷീറിന് അറിയാമല്ലോ. ഇതപ്പം നന്നായി. തന്റെ തലയ്ക്ക് എന്താ പ്രാന്ത? നമ്മുടെ ശാശി ഇവിടെ ഉള്ളപ്പോ പുറത്തുനിന്ന് എന്തിനോടൊരു മാവേലി? അതും അങ്ങ് നാട്ടിന്ന്. ഇതല്ല ബഷീറെ, ശരിക്കും ഒറിജിനൽ മാവേലി. ഞാൻ ഒരു തരത്തിലാ വിസ ശരിയാക്കിയത്. ബഷീറിന് അറിയാമല്ലോ എന്റെ ഇവിടുത്തെ മന്ത്രിയുമായുള്ള ഒരു അടുപ്പം. ഒറിജിനല്? ഇയാൾക്കിത് എന്താ പറ്റിയേ? ഇയാളെ ഏത് ലോകത്താ? അതേന്ന്, ഇയാൾ ആ ഓൺലൈൻ പത്രങ്ങളൊക്കെ ഒന്ന് തുറക്കുന്നേ. തനിക്കറിയില്ലടോ, ഞാൻ ഈ കൂതറ പത്രം ഒന്നും വായിക്കാറില്ല. ഒരുമാതിരി പൈങ്കിളി സീരിയല് പോലത്തെ. ആ, അതെന്തെങ്കിലും ആവട്ടെ, നമ്മുടെ മാവേലി ഇന്ന് വൈകിട്ടെത്തും. എനിക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. ബഷീർ മാവേലിയും കൂടെയുള്ള ആളെ അവിടെ ഒന്ന് താമസിപ്പിക്കാം. അതിപ്പോ ഞാൻ അവളോടൊന്ന് ചോദിച്ചിട്ട്. ഒന്ന് ഹോൾഡ് ചെയ്യ അലക്സേ. അല്ല ബഷീറെ, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ. ഞാൻ ആ കറിയാച്ചനെ ഒന്ന് വിളിക്കട്ടെ. ഏയ്, ചോദിക്കാനൊന്നുമില്ല. ആരോട് ചോദിക്കാൻ? ഇങ്ങോട്ട് വിട്ടോ. ഇനിയിപ്പോ നമ്മുടെ മാവേലി വന്നിട്ട് താമസിക്കാണ് കൊടുക്കണ്ടേ? ആ, പിന്നെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കേണ്ട, ഫുഡ് അവിടെ എത്തിച്ചോളാം. ഓ 100 സണ്ടിക്ക് ഇന്ന് 2-3 ഓർഡർ ഉണ്ട്. ബാലൻസും കൊണ്ട് വരാനാ പരിപാടിയില്ലേ? ഫുഡല്ലേ, വേസ്റ്റ് ആക്കണമെന്ന് കരുതി അത്രമാത്രം. അതെ, മാവേലിക്കുള്ളത് വെജിറ്റേറിയന്റെ ബാക്കി തന്നെ വേണം, മറക്കണ്ട. പിന്നെയുണ്ടല്ലോ, നമുക്ക് കടിച്ചു വലിക്കാനായിട്ട് എന്തെങ്കിലും സെറ്റപ്പ് ആക്കണേ. ഓക്കെ, ഞാൻ ഏറ്റു. അവറാച്ചൻ ഫസ്റ്റ് ഇയർ ആയിട്ട് പുറത്തു നിൽക്കുക. എങ്കിലും വന്നിട്ട് കാണാം. അവറാനാ? നിങ്ങൾ തന്നെയല്ലേ പോണേ? അത് പിന്നെ ബഷീറെ ഒന്നും തോന്നരുത്. മാവേലി വരുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് കയറി പിടിച്ചതാ. എന്റെ കാശ് പോയി. ഈ പകന് നേരത്തെ പറഞ്ഞാല് പച്ചരിയും ബ്രെഡും വാങ്ങാനുള്ള തുട്ടത്തേനെ. മാവേലി ഓട്ടല്ലേ, ഡബിൾ അടിക്കായിരുന്നു. ഇനിയിപ്പോ ഇവളോട് ചോദിക്കാതെ വരാൻ പറഞ്ഞത് പ്രശ്നമാവോ? ആ, ഒരു പണിയുണ്ട്. ലതികേ, ഓ ചക്കരെ മോളു. എന്താ കണ്ടവനങ്ങ് ഒലിപ്പിക്കുന്നേ? നീ അറിഞ്ഞ നമ്മുടെ ഓണപരിപാടിക്ക് ഒറിജിനൽ മാവേലി വരുന്നുണ്ട്. ഒന്ന് പോയിക്ക, ചുമ്മാതെ. അതെങ്ങനെ നടക്കും? ശരിയാടി, നമ്മുടെ അലക്സ എല്ലാം ശരിയാക്കിയിട്ടുള്ളത്. അവനെ ആള് പുലിയാട്ടാ. അത് ശരി. ഇത്രയും നാൾ അങ്ങേര് കഴുതപ്പുലിയെന്നും പറഞ്ഞ് നടക്കുമായിരുന്നു. ഇത്ര പെട്ടെന്ന് പുലിയായോ? അത് പിന്നെ അയാൾ പിന്നെ വിളിച്ചടി. നമ്മളെല്ലാ സഹകരണം ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. ശരിക്കും മാവേലി വരുമോന്നേ? അപ്പോൾ നമ്മുടെ ശശിക്ക് ആ വേഷം നല്ല ഇണക്കമായിരുന്നു. ഒരു ശാശിയൊക്കെ ഡ്യൂപ്ലിക്കേറ്റാ, ഇതാ ഒറിജിനല്. അയാൾ ഇവിടെ ഒരു ദിവസം താമസിക്കുകയാണെങ്കിൽ ഉണ്ടല്ല, നമുക്ക് കൂടെ ഒന്ന് കുറച്ച് ഫോട്ടോ എടുക്കാം. അയ്യോ, അത് ശരിയാണല്ലോ. ഇവിടെ നമുക്ക് ഒന്ന് താമസിപ്പിക്കാന്നേ. ഇക്ക, അലക്സിനോട് ഒന്ന് ചോദിക്കുവോ? അതൊന്നും വേണ്ട. എന്നിട്ട് വേണം ബാക്കി മലയാളികൾക്കെല്ലാം നമ്മളോട് അസൂയ തോന്നാൻ. വേണ്ട, അതൊന്നും വേണ്ട. എങ്കിൽ വേണ്ട. വേണേ എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് വിളിച്ചു നോക്കാം. എൻ്റെ ഫോൺ ഇങ്ങോട്ട് തന്നെ, എന്നിട്ട് പോയി നിന്റെ ചായ ഇട്ടുകൊണ്ട് വാ. ആ, ഫോൺ വേണേ തരാം. ചായ വേണേ നിങ്ങൾ തന്നെ ഇട്ട് കുടിക്കും. ദേ, ഇതും വെച്ച് വേറെ കുരുത്തക്കാരൊന്നും കാണിച്ചേക്കരുത് കേട്ടോ. ഇനിയിപ്പോ ഇവിടെയൊക്കെ അടുക്കി പെറുക്കണല്ലോ. ആളെ തൊട്ടാ ഞാൻ അലക്സനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങേർക്ക് ഭയങ്കര ഇഷ്ടായി. ഓ, രക്ഷപ്പെട്ടു. ഞാനെന്നാലും പെട്ടെന്ന് ആ എലിസമ്മേനെ സവിതേനെ ഒന്ന് വിളിച്ചു പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യം സ്റ്റാർ നൈറ്റിന് വന്നവര് ഇവളുമാരുടെ വീടുകളിലാണ് താമസിച്ചത്. എന്തൊരു പൊങ്ങച്ചായിരുന്നു.
ഇതത്ര ചെറിയ കാര്യമൊന്നുമല്ല, സാക്ഷാലും മാവേലിയല്ലേ. ശരിക്കുള്ള മാവേലി തന്നെയല്ലേ ഇക്ക? ശരിക്കുള്ള മാവേലി തന്നെ. ഇനിയെ പണി വേഗം വീടൊക്കെ വൃത്തിയാക്കിക്കാം, ഇല്ലെങ്കിൽ നാണക്കേടാവും. വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കാട്ടോ നാണക്കേട്, പറഞ്ഞേക്കാം. ഓ പിന്നെ അതൊക്കെ നാട്ടില്. ഇവിടെ വീട് വൃത്തിയായി കിടന്നില്ലേലേ ആണുങ്ങൾക്ക് തന്നെ നാണക്കേട്. ഇക്ക വേഗം എല്ലാം ഒന്ന് വൃത്തിയാക്കി, എനിക്കൊരു അത്യാവശ്യ കാര്യം ചെയ്യാനുണ്ട്. അല്ല ലതിക, നീ എവിടെ പോണേ? ഒന്ന് സഹായിക്കടി. ഞാനേ വേഗം ഒന്ന് പോയി ഡൈ ചെയ്ത് വെച്ച് വരാം. എനിക്ക് ഇന്ന് നൈറ്റ് ഉള്ളതാ. നിനക്ക് ഇന്ന് നൈറ്റാ? നീ ഇങ്ങനെ നൈറ്റിന് പോയാലുണ്ടല്ല, ഞാൻ വേറെ ആരെങ്കിലും വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട വരും കേട്ടാ. നിങ്ങൾ എന്തോലത്താനാ? നിങ്ങളുടെ കൂടെ ബീഫ് ഒലത്തി കളിക്കാൻ ആര് വരുമെന്നാ? ചക്കരെ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ചെല്ലേ, തലയ്ക്കകത്തൊന്നുമില്ലേലും പുറത്തുള്ളതൊക്കെ കറപ്പിച്ചിട്ട് വാ. ചെല്ലേ. അല്ല, ഈ പഹേച്ചിന് ബ്രേക്കിന് വണ്ടി വിട്ടിട്ട് ഇങ്ങോട്ട് വരുമോ ആവോ? ഇതിപ്പോൾ എന്റെ കുഴപ്പാ. വല്ലപ്പോഴും ഒക്കെ വീട് വൃത്തിയാക്കി ഇടണം. അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റ് വന്നാലല്ലേ വീടൊക്കെ ഒന്ന് വൃത്തിയായി കിടക്കൂ. ദേ ആരെ വന്നിക്ക? ഞാനേ ദേ പോയി ദാ വന്നു. നീയാരല്ലേ ലതികേഷ് ഗോപിയാ? എൻ്റെ അള്ളാ, ഞാൻ എന്തൊക്കെ കാണണം. നീയാണ്? എന്തുട്ടാണ് അന്ന് പണിയൊന്നുമില്ലേ? എന്തുട്ടായിക്കോയത്? എന്നും ജോലിയെന്ന് പറഞ്ഞ് ജീവിതം കളയാൻ പറ്റുമൊക്ക? ഞാനൊന്ന് ആസ്വദിക്കട്ടെന്ന്. നിനക്ക് ആസ്വദിക്കാന് 100 സണ്ണിയുടെ സദ്യകള് ധാരാളം പോരാ മോനെ. ദൈവം അനുഗ്രഹിച്ച് ഭക്ഷണത്തിനൊരു കുറവും പറഞ്ഞില്ല. ആൾക്ക് നല്ല തിരക്കാട്ടോ. ഓണം പ്രമാണിച്ച് നിന്ന് തിരിയാൻ നേരമില്ല. അപ്പൊ നിനക്കും കോളാണല്ലോ. എന്ത് കോളാണിക്ക? പണി ചെയ്തതിന് കാശ് വാങ്ങിക്കുന്നു. എന്തായാലും നീ നന്നായിട്ട് കൊഴുത്തൂട്ടാ. വന്നപ്പോ എങ്ങനെ ഇരുന്നായിരുന്നേ? കളിയാക്കല്ലേക്ക, ഇത് ബിയർ മുഴുവൻ കുടിച്ചിട്ടാ. ഓ അല്ലട മോനെ, നിന്നെയും ചേർത്ത് ലണ്ടനിലെ നേഴ്സിംഗ് ഹോമിനെ ചുറ്റിപ്പറ്റി ഒരു കഥ കേട്ടല്ലോ. എന്തുട്ടാടാ? അയ്യോ ചുമ്മാ അപവാദങ്ങളാണിക്ക. ഈ ആളുകൾക്കൊരു പണിയില്ലല്ലോ ദൈവമേ. വേണ്ട മോനെ ടോമി, എൻ്റെ അടുത്ത് വേണ്ട കേട്ടോ. ഞാനെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാ. നിനക്ക് എന്നെ അറിയാലോ. 10 നിലയും കയറി ഇറങ്ങുന്നവനാ ഞാൻ. ഉള്ള കാര്യം പറഞ്ഞോട്ടോ. അത് പിന്നെ എൻ്റെ ഇക്ക, എനിക്ക് കുറച്ച് നാളുകൂടിയേ വിസയുള്ളൂ. എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കണം. മുടക്കിയ കാശ് പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. ഒരു തരത്തിലാ ആ കൊച്ചിനെ ഒന്ന് റൂട്ടാക്കി എടുത്തത്. ആൾക്കാണെങ്കിൽ വിസയുണ്ട്. ഞങ്ങൾ തമ്മിൽ പാരവെക്കലിക്ക. എനിക്ക് എന്തുട്ടാടാ, പെൺകുട്ടി നല്ലതാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് നടത്താം. നീ ധൈര്യമായിട്ടിരിക്കേ. ഒക്കെ എത്ര കുളം കണ്ടതാ. ആ അതേന്ന് അലക്സ് ചേട്ടൻ ഇക്കായെ വിളിച്ചു കാല് പിടിച്ചു. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു. ആ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ എന്തായാലും 2 മുറി ചുമ്മാ കിടക്കും. പിന്നല്ലാണ്ട് ആ ഉടനെ തന്നെ വരും. ഓ ഇന്നിപ്പോൾ പറ്റുമെന്ന് തോന്നുന്നില്ല എൽസേ. യാത്രാക്ഷീണമൊക്കെ കാണൂലോ. അതേന്ന് ശരിക്കുള്ള മാവേലി തന്നെ. എന്നാലും ഞാൻ വെക്കട്ടെ. ഗുഡ് നൈറ്റേ. ആ നീ എപ്പോ വന്നൂടാ? സുഖാണോ? സുഖാ ചേച്ചി. ഗോപു എവിടെ? ഓ അവന്റെ കാര്യം ഒന്നും പറയണ്ട മോനെ, ഫോണിലായിരിക്കും. നീ ആരെപ്പോ വിളിച്ചത്? നിന്റെ പണി കഴിഞ്ഞില്ലേ? ഓ അതോ, നമ്മുടെ എൽസമ്മയാ. അവൾക്കങ്ങ് സഹിക്കാൻ പറ്റണില്ലാന്ന്. മാവേലി നമ്മുടെ വീട്ടിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേ അവള് പറയുവാ ശശിയെപ്പോലെ ആരെങ്കിലും ഒരുക്കി കൊണ്ടുവന്നതായിരിക്കുമെന്ന്. എന്നിട്ട് അവള് ചോദിക്കുവാ ഞങ്ങളൊന്ന് വന്നോട്ടെ എന്ന്. എന്തിനാ? എൻ്റെ ഇക്ക ഇവിടുത്തെ കുറ്റവും കുറവും ഒക്കെ പെരുപ്പിച്ച് പറഞ്ഞു വരത്താനാ. എൻ്റെ അടുത്ത അവളുടെ ഒരു കളി. അസൂയ മൂത്ത് ഇന്ന് അവൾ ഉറങ്ങത്തില്ല. അല്ല ചേച്ചി, മാവേലിയോ? ശശിയേട്ടന് എന്ത് പറ്റി? ആ നീ ഇതൊന്നും അറിഞ്ഞില്ലേ? അത് പറയാൻ അവനിങ്ങോട്ട് വന്നല്ലോ. നീ ആരേനെ ഇനി വിളിക്കാൻ പോണേ? ഇനി ആ സവിതേനെ ഒന്ന് വിളിച്ചു പറയണം. നിനക്ക് വേറെ പണിയില്ലേ? നീ എൽസമ്മോട് പറഞ്ഞല്ലേ
പെണ്ണല്ല വർഗം, പോരാത്തതിന് നേഴ്സും. വാർത്ത പരക്കാനാണ് പാട്. ഓ, നീ കഥകളി വേഷം ഒന്ന് മാറ്റി വരുന്നുണ്ടോ ലതികെ? അല്ലിക്ക, എനിക്കൊന്നും പിടികിട്ടുന്നില്ല കേട്ടോ. എന്റെ ടോമി, നീ കണ്ടോണം. ലേശം അങ്ങോട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ആരവിടെ വരാൻ പോണേന്ന്. സർപ്രൈസ് ആണ് മോനെ, സർപ്രൈസ്. എൻ്റെ ഇക്ക ഒന്ന് പറഞ്ഞു തൊലയ്ക്കുന്നു. നീ കണ്ടോണം മോനെ ടോമി, മാവേലിയാ വരാൻ പോണത്. ആ കൂതറ ശശി മാവേലി അല്ല, ഒറിജിനൽ മാവേലി. ഇവിടെ താമസിക്കാൻ. അലക്സ് പോയിരിക്കുക അയാളെ കൂട്ടാൻ എയർപോർട്ടിൽ. ഇതൊക്കെ നേരാണ് അക്ക. അയാൾ ചുമ്മാ തള്ളണതായിരിക്കും. നീ ഇവിടെ നിൽക്ക്, എന്നിട്ട് നമുക്ക് നേരിട്ട് കിട്ടി സംസാരിക്കാലോ. എന്തേ? അത് കൊള്ളാലോ അക്ക. ഈ മാവേലിയൊക്കെ ഒരു ദിവസമാണെങ്കിൽ പോലും ഒപ്പം താമസിക്കാന്ന് വെച്ചാല് ഞാനിന്ന് പോണില്ല. അതിനെന്താടാ ചക്ക, നമുക്ക് പുള്ളിക്കാരനായിട്ട് സംസാരിച്ചിരിക്കാന്ന്. അതെ അതെ, പാതാളത്തിലെ വിശേഷങ്ങളൊക്കെ അറിയാലോ. ഓ, പോയെന്റെ സവിതയെ. അങ്ങനെ വല്ലതും ഉണ്ടോ? അലക്സ് ചേട്ടന് വിളിച്ചു ഒരു ഹെൽപ്പ് ചോദിച്ചു, ഞങ്ങളൊന്ന് സമ്മതിച്ചു, അത്ര മാത്രം. ഇവിടെ ആണെങ്കിൽ ഇക്കായ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ അലക്സ് ചേട്ടന് ഒരേ നിർബന്ധം. ആ, ഇപ്പൊ തന്നെ എത്തും. ഇങ്ങോട്ട് വരുന്നെന്നോ? വൈകിട്ടോ? ഞാനൊന്ന് ചോദിച്ചിട്ട് വിളിക്കാട്ടോ. യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ? എന്നാൽ വെക്കട്ടെ, ശരി. അത്യാവശ്യം രണ്ടാളെ അറിയിച്ചു, ഇത് ധാരാളം മതി. ഇനിയിപ്പോൾ എല്ലാരും അറിഞ്ഞോളൂ. അതിനൊരു തീരുമാനമായി. നിനക്ക് സമാധാനമായില്ലേ? അത് പോട്ടെ, നിന്റെ പണി കഴിഞ്ഞോ? അവരെത്തുമ്പോ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കണം കേട്ടോ. അപ്പോ ഇക്ക ഇവരെ ഒന്നും എടുത്തു വെച്ചില്ലേ? തമാശക്കാരിയാടാ, ഭയങ്കര തമാശയാന്നേ. ദേ, ഞാൻ ഇപ്പൊ എത്തി. നീ ആ ഡോറം തുറന്നേ, ഞാൻ ഈ മുണ്ടൊന്ന് മാറ്റിയിട്ട് വരാം. ഓക്കെ. അതെ ഇക്ക, ലുങ്കി പറിച്ചെറിഞ്ഞു പോരരുത് കേട്ടോ. എന്തെങ്കിലും ഇട്ടോണ്ട് വരണം. മോനെ ടോമിയേ, പോയി വാതിൽ തുറക്കണേക്കാം. ആ ടോമിയെ, നീ ഇവിടെ ഉണ്ടായിരുന്നു? ഹലോ അങ്കിൾ, ഞാനിപ്പോ എത്തിയതേ ഉള്ളൂ. ബഷീർ എന്തി? ദാ വരുന്നു. നേരത്തെ എത്തിയില്ലേ? അതെ അതെ, ഇവരെയൊക്കെ താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ. തമ്പുരാനെ, ഇതാണ് ബഷീർ, ഇത് ടോമി. രണ്ടാളും തൃശ്ശൂർകാരാണ്. ഭയങ്കര സന്തോഷം കേട്ടാ. യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ രണ്ടാൾക്കും. അവസാനത്തെ യാത്ര കുഴപ്പമില്ലായിരുന്നു എന്ന് പറയാം. പെട്ടെന്ന് ഇങ്ങെത്തി അല്ലേ രാജപ്പ? അതെ അങ്ങനെ. ആ, ഇതെന്റെ സഹായി രാജപ്പൻ. ഓ, നമസ്തേ. ഇരിക്കൂട്ടോ. ഈ അവസാനത്തേതെന്ന് പറഞ്ഞത് എന്താ അങ്ങനെ പറഞ്ഞേ? അപ്പൊ വേറെ സ്ഥലങ്ങളും പോയിരുന്ന? ഏയ്, അങ്ങനല്ല. ഇങ്ങോട്ടുള്ള യാത്രയില് ഞങ്ങൾ 3 ഇടത്ത് ഇറങ്ങിക്കയറിയാണല്ലോ വന്നത്. ഫ്ലൈറ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്ന? ഏയ്, അതൊന്നുമല്ല. അപ്പൊ നേരിട്ടുള്ള ഫ്ലൈറ്റിനല്ലേ പോന്നേ? ഇല്ല, നേരിട്ടും ഫ്ലൈറ്റ് ഉണ്ട് അല്ലേ? ആ, അത് പിന്നെ ഇവര് പോരുന്ന ആ ഡേറ്റിൽ ഒറ്റ ഫ്ലൈറ്റിൽ സീറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് കിട്ടിയതിന് എടുത്തു, അത്രമാത്രം. ആ, അത് ശരിയട്ടാ. ചില ആൾക്കാരെ എത്ര തപ്പിയാലും കിട്ടില്ല. കഷ്ടം തന്നെ. അല്ലടാ ടോമിയെ. അപ്പം ഞാനങ്ങോട്ട് ഇറങ്ങിയ തമ്പുരാനെ, നാളെ രാവിലെ കാണാം. ഞാൻ പറഞ്ഞല്ലോ, നാളത്തേക്കിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എങ്കിൽ ശരി, നന്നായൊന്ന് ഉറങ്ങും. ആ അലക്സേ, രണ്ടാളും ഞാൻ രാവിലെ അങ്ങോട്ട് കൊണ്ടുവന്നോളാവേ. അലക്സിന് ഗസ്റ്റൊക്കെ ഉള്ളതല്ലേ, ഇനിയിപ്പോൾ രാവിലെ ഇതിനായിട്ട് ഇങ്ങോട്ട് വരണ്ട. എങ്കിൽ ഞാൻ വരട്ടെ. ഗുഡ് നൈറ്റ്. അപ്പോള് ബഷീറിന്റെ ഭാര്യയും കുട്ടോടും? ഭാര്യ ലതിക, ഒരു മോനുണ്ട്, പേര് ഗോപു. നീ ലതികേ, നീ ഇങ്ങോട്ട് വന്നേ. ലതികേ, ഇതാണ് മാവേലി തമ്പുരാൻ. പിന്നെ ഇത് ഞാൻ രായപ്പൻ, തമ്പുരാന്റെ സഹായിയാണ്. ആ, കണ്ടതിൽ ഒത്തിരി സന്തോഷം. വിശ്വാസം വരണില്ല. ശരിക്കും പാതാളത്തിൽ നിന്നാണോ? സംശയിക്കേണ്ട, ശരിക്കുള്ള മാവേലി തന്നെ. ഒരു മോനെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് എവിടെ? ഉണ്ട്, അകത്തുണ്ട്. ഓഹോ,
ലേശ അനുസരണ കൂടുതലാണേ. അതുകൊണ്ട് എപ്പോഴാ മുഖം കാണിക്കാന്ന് പറയാൻ പറ്റില്ല. ടെസ്റ്റ്. ഓഹോ, അത്രയ്ക്കും അനുസരണയോ ഇന്നത്തെ കുട്ടികൾക്ക്? വിദ്യാഭ്യാസത്തിലൊക്കെ മുൻപന്തിയിലായിരിക്കും ഇല്ലേ? ഇവിടൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് പോലും അറിയാൻ പാടില്ലാത്ത സൗകര്യങ്ങളല്ലേ ഇവിടെ ഉള്ളത്. പിന്നെ ഒരു പിടിയും കിട്ടാത്ത ഭാഷയല്ലേ ഇവറ്റങ്ങളൊക്കെ സംസാരിക്കുന്നത്. അതെന്താണ്? അവർ ഇംഗ്ലീഷ് അല്ലേ സംസാരിക്കുന്നത്? ഇംഗ്ലീഷ് തന്നെ, പക്ഷെ നമുക്കൊരു പിടിയും കിട്ടില്ല. അതാണ് കുഴപ്പം. ഇവിടെ പൊതുവെ നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനാ? ഓ, എന്ത് പറയാനാ തമ്പുരാനെ. ഇവിടത്തെ കുട്ടികൾ എന്ന് പറയുമ്പോ എന്റെ മോനെ കുറിച്ച് തന്നെ പറയാലോ. ഇന്നലെയല്ലേ? ഇന്നലെ എന്തൊരു സംഭവിച്ചു? ഇന്നലെ എന്ത് പറ്റിക്ക? അതോ, പിന്നെ മൺമുള കൂതിയോ? ഇന്നലെ എന്റെ ഫോണിലേക്കൊരു മിസ് കോള് വന്ന നീയ, ഏതോ മിസ് കോള് വന്ന നീയ. ആരെന്നറിയുവാൻ ആ നമ്പറിൽ ഞാൻ തിരിച്ചു വിളിച്ച നീയ, ഞാൻ തിരിച്ചു വിളിച്ച നീയ. അതാരായിരിക്കും വിളിക്കാൻ? എല്ലാവരും പറ്റിക്കാൻ വിളിക്കാൻ. ഇന്നലെ എന്റെ ഫോണിലേക്കൊരു മിസ് കോള് വന്ന നീയ, ഏതോ മിസ് കോള് വന്ന നീയ. ആരെന്നറിയുവാൻ ആ നമ്പറിൽ ഞാൻ തിരിച്ചു വിളിച്ച നീയ, ഞാൻ തിരിച്ചു വിളിച്ച നീയ. ഇക്കായും തുടങ്ങിയോ ഈ പണി? ദൂരെ എന്നല്ല, നാട്ടിൽ നല്ല, UK-യിൽ നിന്നു തന്നെ പടപട പൊട്ടുന്ന ഇംഗ്ലീഷ് പറയുന്ന പെങ്കൊച്ചുമായിരുന്നു. ദൂരെ എന്നല്ല, നാട്ടിൽ നല്ല, UK-യിൽ നിന്നു തന്നെ പടപട പൊട്ടുന്ന ഇംഗ്ലീഷ് പറയുന്ന പെങ്കൊച്ചുമായിരുന്നു. എന്തു പറയുമെന്നോ, റിപ്ലൈ എങ്ങനെ പറയുമെന്നോ ഒന്നുമറിയാതെ ഞാനപ്പോൾ ഫോൺ എൻ്റെ മോന്റെ കയ്യിൽ കൊടുത്തു. അവൻ ഫോണുമായി എങ്ങോ മുങ്ങി. യെസ്റ്റർഡേ ഇന്നലെ എൻ്റെ ഫോണിലേക്കൊരു മിസ് കോള് വന്ന നീയ, ഒരു മിസ് കോള് വന്ന നീയ. ആരെന്നറിയുവാൻ ആ നമ്പറിൽ ഞാൻ തിരിച്ചു വിളിച്ച നീയ, ആകെ പൊല്ലപ്പിലായ നീയ. നാട്ടിലായിരുന്നെങ്കിൽ സൈബർ സെല്ലൊരു പരാതി അങ്ങോട്ട് കൊടുക്കാൻ. ഇതിപ്പോ സ്റ്റീവനേജില് ആരും വിളിക്കാം. ഇക്ക ഫോണുമായിട്ട് പോയിട്ട് മോനെ പറ്റി വല്ല വിവരം ഉണ്ടോ? അവനെവിടെയാ പോയിരുന്നത്? വല്ല പിടിയുണ്ടാ? ഫോണുമായി പോയെന്റെ മോനെ ഞാൻ കണ്ടു മണിക്കൂറുകൾ കഴിഞ്ഞ്. ആരെന്നു ചോദിച്ചു കട്സിക്കോളെന്നവൻ എന്നോടപ്പോൾ പറഞ്ഞു. ഫോണുമായി പോയെന്റെ മോനെ ഞാൻ കണ്ടു മണിക്കൂറുകൾ കഴിഞ്ഞ്. ആരെന്നു ചോദിച്ചു കട്സിക്കോളെന്നവൻ എന്നോടപ്പോൾ പറഞ്ഞു. പിന്നെയും കോളു വന്നു. ഇന്നിതാ തുരുദൂരെ കോളുകളാ. രണ്ടെണ്ണം പൊട്ടിക്കാൻ ഈ രാജ്യത്തൊക്കുല ഇടനെഞ്ചു പൊട്ടുന്നല്ലോ. എന്നുള്ള കൺട്രോള് നൽകിടണേ. യെസ്റ്റർഡേ
ഏതോ മിസ് കോള് വന്ന നീയാ ആരെന്നറിയുവാൻ ആ നമ്പറിൽ ഞാൻ തിരിച്ചു വിളിച്ച നീയാ ഞാൻ തിരിച്ചു വിളിച്ച നീയാ ഇന്നും വിളിച്ച നീയാ അവൾ ഇന്നും വിളിച്ച നീയാ ഇന്നും വിളിച്ച നീയാ അവൾ ഇന്നും വിളിച്ച നീയാ Namaskaram. Hey all, I'm Roshni. Welcome you all to our Sargam Onahashu പരിപാടികൾ. Before we start, നമ്മൾ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അൺബിലീവബിൾ ആയ ഒരു കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെയൊക്കെ പൊണ്ണു തമ്പ്രാൻ മാവേലി തമ്പ്രാൻ അണ്ടർവേൾഡിൽ നിന്നും പാതാളത്തിൽ നിന്നും ആദ്യമായി ഇംഗ്ലണ്ടില്, അതും നമ്മുടെ സ്റ്റീവൻ ഏജില് നമ്മളെ ഒക്കെ കാണാനും ബ്ലസ് ചെയ്യാനും ഇതായി എത്തിയിരിക്കുന്നു. Let us have a big round of കയ്യടി. ഇതാ നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് മിസ്റ്റർ രാജേഷ് സുധാകർ മാവേലി തമ്പ്രാനെ വെൽക്കം ചെയ്യാനായി വന്നിരിക്കുന്നു. ഏയ്, എന്താ ഇത്? ഏത് മാവേലി, എന്ത് മാവേലി? നിന്നോട് ആരോട് പറഞ്ഞതൊക്കെ വിളിച്ചു പറയാൻ? അല്ല അങ്കിൾ, ഫ്രം കേരള ഒറിജിനൽ മാവേലി വരുന്നുവെന്ന് അലക്സ് അങ്കിൾ പറഞ്ഞു. അങ്കിൾ ഒന്നും അറിഞ്ഞില്ലേ? ആരാടി നിന്റെ അങ്കിള്? അല്ല, സോറി ചേട്ടാ. അതെ, നിന്നോട് പറഞ്ഞത് നീ പറഞ്ഞാ മതി, കേട്ടല്ലോ? അയ്യോ ചേട്ടാ, അലക്സ് അങ്കിൾ പറയാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. That's all. ആരാടി ഈ അലക്സ്? ഞാന് ഈ അസോസിയേഷന്റെ പ്രസിഡന്റാ. ഞാൻ പറയുന്നത് ചെയ്യുക, ഓക്കെ? നീ സാബുവിനെ വിളിച്ചേ. ഏത് സാബുവാ ചേട്ടാ? മോളെ, നമ്മുടെ സെക്രട്ടറി സാബു ജോർജ്. ഓക്കെ. അതെ, നമ്മുടെ അസോസിയേഷന്റെ സെക്രട്ടറി സാബു ചേട്ടനെ രാജീവേട്ടൻ വിളിക്കുന്നു. പെട്ടെന്ന് വരണേ, അത്യാവശ്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാവേലി തമ്പ്രാൻ. അങ്ങ് വന്നതിൽ ഞങ്ങൾ ഒത്തിരി ബ്ലെസ്ഡ് ആണ്. വെൽക്കം, വെൽക്കം. എല്ലാം ശ്രദ്ധിക്കുന്നു, അല്പം മോഡുന്നുണ്ട്. ഹായ് ഹായ്, ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്. First of all, let me ask you just one question. അങ്ങയുടെ ഡ്രസ്സിങ്ങിലുള്ള ഈ ചെയിൻ? ഓ, അത് ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ മാറ്റം വേണമല്ലോ. തന്നെയുമല്ല, ഇന്നത്തെ തലമുറയ്ക്ക് അതിനെന്തോ പുതിയ പേരുണ്ടല്ലോ രാജപ്പ. അതാ, അത് ന്യൂ ജനറേഷൻ എന്ന അങ്ങനെ തരുന്ന റേഷൻ കാർഡിൽ അങ്ങനെയാണ് തോന്നുന്നു. അതെ, അവർക്ക് ആ പഴയ വേഷങ്ങളൊന്നും പിടിക്കൂലല്ലോ. അടുത്ത ഒരൊറ്റ ചോദ്യം, അങ്ങയുടെ ഓലക്കുട? ഇവിടെ അതിന്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് എടുത്തില്ല. അതെ, നാട്ടിലെ എയർപോർട്ടിൽ നിന്ന് ലഗേജിൽ വിടാൻ പറഞ്ഞു. ഇവിടെ വന്ന് നോക്കുമ്പോ ഓല കഷ്ണങ്ങളാണ് കണ്ടത്. ഇനി ഒരൊറ്റ ചോദ്യം കൂടി. എന്തരായാലും കൊള്ളാം. അപ്പി ഇത് ഒറ്റ ചോദ്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂന്നാമത്തെ ചോദ്യമാണല്ലോ ചോദിക്കുന്നത്. മോൾ എന്തര് നികേഷ് കുമാറിന് പഠിക്കണം? പോട്ടെ രാജപ്പ, ആ കുട്ടി ചോദിക്കട്ടെ. ചോദിച്ചോളൂ. അങ്ങിവിടെ വന്നു ആദ്യമായി, ഞങ്ങളൊക്കെ കണ്ടു. എന്താണ് അങ്ങേക്ക് പറയുവാനുള്ളത്? നമുക്ക് ഏറെ സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ.
ഒത്തിരി സ്നേഹമുള്ളവരാണ് നിങ്ങളെന്ന് നാം മനസ്സിലാക്കുന്നു. സ്വന്തം കുടുംബത്തെക്കാളും മറ്റുള്ളവരോടും മറ്റു കുടുംബങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒത്തിരി ബോധവാന്മാരാണ് നമ്മുടെ മലയാളികൾ എന്ന് രാജപ്പൻ പറഞ്ഞറിയാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു. അതിന്റെ ഉദ്ദേശശുദ്ധിയിൽ കളങ്കമില്ല എന്ന് നാം വിശ്വസിക്കുന്നു. പരസ്പര സ്നേഹത്തിൽ ഒന്നായി ഒറ്റക്കെട്ടായി വളരുവാൻ സാധിക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. അതെ, ഒന്ന് നിർത്തണം, പരിപാടിയൊക്കെ നിർത്തണം. ഏയ്, എന്താ ഇത്? പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾ പുറത്ത് പോകണം. പൊന്നുമോളെ, ഇതിൽ ഇടപെടണ്ട കേട്ടോ. മോളെ അങ്ങോട്ട് മാറുന്നേ കേട്ടല്ലോ. അതാ മിടുക്കി കുട്ടി. അതെ അങ്കിള്, നമ്മളാരാ? എന്താ മനസ്സിലായില്ല. എന്താ സുഹൃത്തെ, ഇത് നമ്മുടെ സ്വന്തം മഹാബലി തമ്പുരാൻ പാതാളത്തിന്ന്. പാതാളത്തിന്ന് എടാ, നിങ്ങൾ കേട്ടോ, പാതാളത്തിന്ന്. അങ്കിളിനെ കണ്ടാൽ പറയില്ല, പക്ഷെ ഇയാളെ കണ്ടാൽ പറയും അങ്ങ് പാതാളത്തിന്നാണ്. അതെ, കാര്യം എന്തെങ്കിലും ആട്ടെ, ഇവിടെ ഷൈനിങ് ഒന്നും വേണ്ട. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലാത്ത കാര്യങ്ങള്. ഇത് ശരിക്കും മാവേലി തമ്പുരാൻ തന്നെയാ. കുറച്ചും കൂടി മര്യാദയ്ക്ക് പെരുമാറ് പ്ലീസ്. ബഷീറെ, ഇയാൾ ഇതിൽ ഇടപെടണ്ട, വേണ്ട. മര്യാദയൊക്കെ നമുക്കറിയാം, പക്ഷെ ഇത് ഇവിടെ നടപ്പില്ല കേട്ടോ. ഇയാൾ അലക്സും കൂടി ഒരുക്കിയ പണിയായതല്ലേ. ശരിയാക്കി തരാം. എന്റെ പൊന്നനിയ, എന്തരാണ് പ്രശ്നം? ഇതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? എടാ, ഇത് നമ്മുടെ സ്വന്തം മാവേലി തമ്പുരാനാടാ, മാവേലി തമ്പുരാൻ. ശരിയാടോ, ഇതിലെ നല്ല ഒന്നാതിര മാവേലി ഇവിടെ ഉണ്ട്, അറിയുവോ? രാജപ്പ, നീ മിണ്ടാതിരിക്കൂ. അനിയന്മാരെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിലും നാമില്ല. നിങ്ങളുടെയൊക്കെ സുഹൃത്ത് ശ്രീ അലക്സ് ക്ഷണിച്ചു, നിങ്ങളെയൊക്കെ കാണാമല്ലോ എന്ന് കരുതി വന്നു, അത്രമാത്രം. എവിടെ അലക്സ്? അലക്സിനെ വിളിക്ക. അലക്സ് ആള് മുങ്ങിയെന്ന് തോന്നുന്നു. അതെ, ഞാൻ ഇവിടുത്തെ അസോസിയേഷന്റെ പ്രസിഡന്റാണ്. പേര് രാജീവ് സുധാകരൻ. അങ്കിൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ഇപ്പൊ വിചാരിക്കുകയായിരിക്കും. താങ്കൾ വരുന്ന കാര്യം ഒഫീഷ്യലായി ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല. പക്ഷെ താങ്കൾ ഞങ്ങളുടെ പരിപാടിയൊക്കെ താഴെ ഇരുന്ന് കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടേ പോകാവൂ. സാവുവേ, ഇവർക്കെല്ലാം ടിക്കറ്റ് കൊടുക്ക്. ഹേ, എന്താണ് പ്രശ്നം രാജീവ്? ഇത് സാക്ഷാൽ മഹാബലി തമ്പുരാനാണ്. ഞാൻ അറിയിച്ചില്ല എന്നുള്ളത് ശരി തന്നെ, പക്ഷെ ഇങ്ങനെ അവഹേളിക്കരുത്. ടിക്കറ്റൊക്കെ എടുപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇയാളുടെ ആരെങ്കിലും ബന്ധുവായിരിക്കും. ചേട്ടാ, ടിക്കറ്റ് എടുക്കാതെ പറ്റില്ല. ചേട്ടൻ തന്നാ മതി, ഞങ്ങൾക്ക് കാശ് കിട്ടണം. ഇതേ ഓരോരുത്തരും അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ, ചുമ്മാതെ കളയാനില്ല. ഓക്കെ, 2 തന്നേക്കൂ, ഞാൻ ആ കാശ് തന്നോളാം. തരാമെന്ന് പറഞ്ഞാൽ പോരാ, ഇപ്പൊ തന്നെ വേണം. ക്യാഷ് ഇല്ലെങ്കിൽ ചെക്ക്. ഓക്കെ, പിന്നീടല്ല, ഇപ്പൊ തന്നെ. എൻ്റെ സ്നേഹം നിറഞ്ഞ സ്റ്റീവനേജിലെ കുടുംബാംഗങ്ങളെ, ഓണത്തെക്കുറിച്ചും മഹാബലി തമ്പുരാനെക്കുറിച്ചും പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ചിന്തോദീപകവും വർണ്ണാഭവുമായ ഓർമ്മകളാണ്. ഇത്ര ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് പാതാളത്തിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന്, അതും നമ്മുടെ സ്വന്തം സരിത സുന്ദരമാക്കിയ കേരളത്തില്, ഹേയ്, എന്താ ഇത്? ക്ഷമിക്കണം, ഹരിത സുന്ദരമായ കേരളത്തിന് മതി, നിർത്ത. ഇതൊന്നും കാര്യപരിപാടിയിലുള്ളതല്ല. നിങ്ങൾ പുറത്തു പോകണം പ്ലീസ്. വേണ്ട രാജീവേ, അധികം വേണ്ട. എന്നെ അറിയാമല്ലോ, ഞാൻ തൂലിക ചലിപ്പിച്ചാലേ. തന്റെ തൂലിക മണ്ണാൻ കെട്ട കൂടെ മാറിയിക്കണോ? I feel so sad. അങ്ങ് പോകുന്നതിന് മുമ്പ് പുതുതലമുറയെ കുറിച്ച്, മുൻപ് പറഞ്ഞ ന്യൂ ജനറേഷനെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? നാം അതിനെക്കുറിച്ച് എന്താ പറയുക? ഇന്നലെ നാം താമസിച്ചത് ഈ നിൽക്കുന്ന ബഷീറിന്റെ വീട്ടിലാണ്. സ്വന്തം മകനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കഥ കേട്ടപ്പോൾ
നമ്മുടെ മനസ്സ് ഏറെ വേദനിച്ചു. പുതുതലമുറയെ നന്മയുടെ വശങ്ങൾ ശീലിപ്പിക്കുവാൻ, സ്നേഹബന്ധങ്ങളുടെ ആഴം മനസ്സിലാക്കി കൊടുക്കുവാൻ സമ്പത്തിനായുള്ള പരക്കം പാച്ചിലിനിടയ്ക്ക് മാതാപിതാക്കൾ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. സമ്പത്തിനേക്കാളും നിങ്ങളുടെ സാമീപ്യം, അതാണ് അവർക്ക് ആവശ്യം. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊള്ളുന്നു. ഓ, അപ്പോൾ അങ്കിളെ പ്രശ്നം തീർന്നു. അങ്ങ് പതിയെ താഴെ പോയിരുന്നുള്ളൂ. എവിടെ? ഓ, എടാ ഷാജി, എടാ ഷാജിയെ, നീ വന്നേ. വാ. എന്താടാ ശശി, നീ എന്തിനാടാ ഇങ്ങനെ കരയുന്നു? ഒന്ന് നിർത്തടാ. അതല്ല, വർഷങ്ങളായിട്ട് ഞാൻ ഈ വേഷം കിട്ടുന്നു. എല്ലാ വർഷവും ഭാര്യയുടെയും പിള്ളേരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടോണ്ടിരുന്നതാ. ഒത്തിരി ലൈക്കും കിട്ടുമായിരുന്നു. ഇനിയിപ്പോൾ ഒന്നും നിർത്തണ്ട ശശിയെ. നാണമില്ലല്ലോ ഇത്തടിയും വെച്ച് ഇങ്ങനെ പോങ്ങാൻ. നീ തന്നെ നമ്മുടെ മാവേലി. ആ അതെ അങ്ങളെ ഇവൻ എന്താ കുഴപ്പം? നിങ്ങളെക്കാളും കെറ്റപ്പ് ഇവരില്ലേ? ഇവനാണ് ഞങ്ങളുടെ മാവേലി. ആ ശരിയാണ് മക്കളെ, എന്നേക്കാൾ യോഗ്യൻ കാഴ്ചയിൽ, വേഷത്തിൽ. നിങ്ങളുടെ സങ്കല്പത്തിലുള്ള മാവേലി ഇയാള് തന്നെ. നന്നായിട്ടുണ്ട്. എല്ലാ നന്മകളും നേരുന്നു. പോട്ടെ ശശി, അല്ല മാവേലി. രാജപ്പ, ഓ വരൂ. എന്നാ പോവാ? നമുക്ക് പോകാൻ സമയമായി. തീർച്ചയായിട്ടും. അലക്സിനോട് ചോദിക്ക്, തിരിച്ച് നാട്ടിലേക്ക് ഉടൻ തന്നെ പോകാൻ എന്താണ് മാർഗമെന്ന്. ഓ, നിങ്ങളൊക്കെ പൊറുക്കുക. ഈ വയസ്സിൻ്റെ ഒരു തമാശയായി കാണുക. പിന്നെ ഇങ്ങോട്ട് തിരിക്കും മുമ്പ് തമാശയ്ക്കാണെങ്കിലും ഞാൻ അലക്സിനോട് പറഞ്ഞിരുന്നു, ഇംഗ്ലണ്ടിൻ്റെ പാതാളത്തിലേക്ക് ഒരു വിസ നോക്കാനെന്ന്. അതേതായാലും ഇനി വേണ്ട. നമ്മുടെ നാട് തന്നെ നല്ലത്. ദൈവത്തിൻ്റെ സ്വന്തമല്ല, ദൈവം തന്ന എൻ്റെ സ്വന്തം അല്ല, നമ്മുടെ സ്വന്തം കേരള നാട്. എന്താണ് സത്യം? ഏതാണ് സത്യം? അതെ, സത്യം നമ്മെ തേടി വന്നാലും നാം തിരിച്ചറിയുന്നില്ല. സത്യത്തിൻ്റെ മുഖം വികൃതമല്ല, അതിസുന്ദരമാണ്. പക്ഷേ നമ്മളതിനെ വികൃതമാക്കുകയല്ലേ ചെയ്യുന്നത്? കാലമടിച്ചേൽപ്പിച്ച വിശ്വാസങ്ങളും മാമൂലുകളും മുറുകെ പിടിച്ച് നമ്മൾ കുതിക്കുകയാണ്, എങ്ങോട്ടെന്നറിയാതെ. ഇങ്ങനെ കുതിച്ചു പായുമ്പോഴും ഒരു നിമിഷം ചിന്തിക്കും, സത്യത്തെ തിരിച്ചറിയും. സത്യമേവ ജയതേ.